Hi friends, നമ്മൾ the present perfect continuous അതിന് പാസീവ് ഇല്ല, നോ പാസീവ്. കാരണം എന്നാണെന്നറിയാമോ? പാസീവ് വെർബ് ഫ്രേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ഉണ്ടാക്കുവാണെങ്കിൽ ഒത്തിരി നീളം കാണുക. അതായിരിക്കണം ഈ ടെൻസിന് പാസീവ് ഇല്ലാത്തത്. കാരണം ഇപ്പം തന്നെ 3 ഭാഗങ്ങളുണ്ട്. ഹാസ്, ഹാവ്, ബീൻ, പിന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അപ്പം അതുകൊണ്ടായിരിക്കണം ഇതിന് പാസീവ്. അതൊരു സവിശേഷതയാണ് ഈ ടെൻസിന്. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്നാന്ന് വെച്ചാൽ, ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഒരുപോലെയാണ് എൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്ന സമയത്ത് തീരണം. രണ്ടും അങ്ങനെയാണ്. നമ്മളിപ്പം ഞാൻ 2 സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. ദേ ഹാവ് സ്റ്റഡീഡ് സിൻസ് മോർണിംഗ്. അപ്പം പറയുന്ന സമയത്ത് രണ്ടും തീരും. പിന്നെ എന്താണ് ഡിഫറൻസ്? ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ സിൻസും ഫോറും ഉപയോഗിക്കാം. ഓർക്കുന്നുണ്ടല്ലോ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സിൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഫോർ ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇല്ല. ദേ ഹാവ് ബീൻ ലിവിങ് ഇൻ അമേരിക്ക സിൻസ് 2020. They have been living in America for 4 years. അത്ര ഡിഫറൻസ്. സിൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. മനസ്സിലായി? അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇവിടെ തന്നെ ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിളുണ്ട്. They have been studying since morning. They have been studying for 6 hours. ഇപ്പം ഫോർ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സിൻസ് ഫോർ എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും സിൻസ് ആൻഡ് ഫോർ ഉപയോഗിക്കണം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, ഈ ടെൻസിന് പാസീവ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ ടെൻസും ഇതിൻ്റെ തൊട്ട് മുമ്പ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും തീരുന്നത് ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും പറയുമ്പോൾ പ്രവൃത്തി തീരും, അല്ലെങ്കിൽ സംഗതി എന്താണോ അത് തീരും. തീരുന്ന കാര്യം പെർഫെക്റ്റ് എന്ന് പറയാൻ അതാണ്. കംപ്ലീറ്റ്, തീർന്നു. ഇറ്റ് ഹാസ് റെയിൻഡ്, ഞാനീ പറയുമ്പം തീർന്നു, പിന്നെ അങ്ങോട്ടില്ല. അതാണ്. അപ്പോൾ വാട്ട് ഈസ് എന്ത് ഡിഫറൻസ് ആണ് ഇറ്റ് ഹാസ് റെയിൻഡ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്? രണ്ടും ഒരുപോലെയാണല്ലേ നമ്മൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഇറ്റ് ഹാസ് റെയിൻഡ് എന്ന് പറയുമ്പം ഇപ്പം മഴ പെയ്ത് തീർന്നു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് എന്ന് പറയുമ്പം ഇപ്പം മഴ പെയ്ത് തീർന്നു, പക്ഷേ കുറേ നേരമായിട്ടിത് തുടരുന്നുണ്ടായിരുന്നു എന്നാണ്. അതാണ് കണ്ടിന്യൂസ് എന്നുള്ളതാണ്. അപ്പം ഇത് ഇറ്റ് ഹാസ് റെയിൻഡ് തീർന്നു, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് തീർന്നു, പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? കുറേ നേരമായിട്ടിത് തുടരുന്നുണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുടരുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതേസമയം ഇറ്റ് ഹാസ് റെയിൻഡ് എന്ന് പറഞ്ഞാലും ഒരു നിമിഷം മഴ പെയ്തീരുമല്ലോ, അതിന് മുമ്പ് മഴ പെയ്തുകൊണ്ടിരുന്നു, ഇപ്പം തീർന്നു. പക്ഷെ അതങ്ങനെ വ്യക്തമല്ല. മനസ്സിലായില്ലേ? നമ്മൾ ക്ലിയറായിട്ട് പറയുന്നില്ല ഇത് തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. ഇറ്റ് ഹാസ് റെയിൻഡ് സിൻസ് മോർണിംഗ്. ഒരു പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കണം, പ്രസൻറ്റ് പെർഫെക്റ്റ് പറയുമ്പം ഇറ്റ് ഹാസ് റെയിൻഡ് എന്ന് പറയുമ്പം കുറച്ച് മഴ പെയ്തു, ശകലമൊക്കെ തെളിവ് വന്നു, വീണ്ടും ഇച്ചിരി മഴ പെയ്തു, പിന്നെയും ഇങ്ങനെയൊക്കെ. അതിലിപ്പം ഞാൻ പറയുമ്പോൾ തീർന്നു. ഇടയ്ക്കൊരു ഇടവേള, ഒരു ചെറിയ ഇൻ്റർവെൽ
ഉണ്ടായിരിക്കുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് ധ്വനിയുണ്ട്. അതേസമയം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം യാതൊരു ഇൻ്റർവെല്ലുമില്ല, ഇടവേളയില്ല. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. രാവിലെ മുതൽ ഞാൻ ഈ പറയുന്ന സമയം വരെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മറ്റേത് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞു. ശരിയാണ്, രാവിലെ തുടങ്ങിയായിരിക്കും, അല്ലെങ്കിൽ പാതിരായ്ക്ക് തുടങ്ങിയായിരിക്കും, ഇടയ്ക്ക് കുറച്ച് നേരം ഇല്ലായിരിക്കും, പിന്നെ മഴ പെയ്ത്, പിന്നെയും മഴ, അങ്ങനെ ആയിരിക്കണം. ഈ തങ്ങളുടെ വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ടെൻസിൽ ഒന്ന് ഞാൻ പറയും പാസീവ് ഇല്ലെന്ന് ഞാൻ പറയാം. രണ്ടാമത്തേനകത്ത് ഇതിനകത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ച പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ധ്വനി എന്താണെന്ന് വെച്ചാൽ, അല്ല നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രവൃത്തി എപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ ആ സമയം മുതൽ ഈ സമയം വരെ പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ കുറച്ച് മുമ്പൊക്കെ തുടങ്ങി, അതിലേക്കൊക്കെ തുടങ്ങി കാണും, പക്ഷെ ഇടയ്ക്കൊക്കെ ചെറിയൊരു സ്റ്റോപ്പൊക്കെ ഉണ്ടായി കാണും. എന്ന് ഇപ്പം തരും എന്നായിരിക്കണം അതിൻ്റെ ഒരു ധ്വനി. മനസ്സിലായി? അപ്പം എവിടെയൊക്കെ നമ്മൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാവൂ ആ സ്ഥലങ്ങളിലൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. വ്യത്യാസം ഇത്രേ ഉള്ളൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളൊരു അർത്ഥമാണ്. നിന്നിട്ടില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. Those students have been talking since the beginning of this class. എന്ന് പറഞ്ഞാൽ അവർ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Those students have stopped talking. അതിൻ്റെ അർത്ഥം ചിലപ്പം 1 മണിക്കൂർ ക്ലാസ് അല്ലേ, അല്ലെ 40 മിനിറ്റ് ക്ലാസ്, സോറി, ഇപ്പം അതിനിടയ്ക്ക് 2 മിനിറ്റെങ്കിലും ഒരു റെസ്റ്റ് എടുത്തുക. ബീൻ ടോക്കിങ് റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല, ഇവരിങ്ങനെ തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. വല്ല സിനിമയുടെ കഥയൊക്കെ പറയുമായിരിക്കും, നമുക്കറിയത്തില്ല, അത് നിർത്താൻ പറ്റിയില്ല. അതാണ് വ്യത്യാസം. Those students have been listening since the beginning of this class. ഇവരിങ്ങനെ കണ്ടുപിടിച്ചിങ്ങനെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ക്ലാസ് 11 മണി വരെ ഒരു യാതൊരു അനക്കവുമില്ല. അതേസമയം those students have listened to my class, listen to what I say, or listen to my lecture. എന്ന് പറഞ്ഞാൽ എന്താ, ഇടയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കാണും, ഒരു ബസ് പോയപ്പോൾ അങ്ങോട്ടൊന്ന് നോക്കിക്കാണും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പുറകിൽ നിന്ന് വിളിച്ച് കാണും. നമുക്ക് അത് തുടർച്ചയെന്നുള്ളത് ക്ലിപ്തമല്ല. അതേസമയം ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പം തുടർച്ച എന്നുള്ളതൊരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇതാണ് തമ്മിലൊരു വ്യത്യാസം. ഇത് ഓർത്താൽ മതി. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്. Those students have been listening to my class. Those students have been listening to their teacher's lectures. But 10 മണി മുതൽ മറ്റങ്ങനെയല്ല. Those students have listened. ഇടയ്ക്കിടയ്ക്ക് എന്നോടൊക്കെ നോക്കി, ഇടയ്ക്ക് ശരി വർത്താനൊക്കെ പറഞ്ഞു എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, എങ്കിലും ബ്രേക്ക് ഉള്ളതായിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നും. പക്ഷേ രണ്ടാമത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് ബ്രേക്കേ ഇല്ല. ഇതാണ് വ്യത്യാസം. ഇനി നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മതി. ഈ സെൻറ്റൻസ് ഉണ്ടോ, ആദ്യത്തെ സെൻറ്റൻസ്, ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്, they have been studying for 6 hours. അതേസമയം രണ്ടാമത്തെ സെറ്റ് ഉണ്ടോ, ഇവിടെ പെർഫെക്റ്റ് സെൻസ് എഴുതിയിട്ടുണ്ട്. They have studied since morning, they have studied for 6 hours. But they have studied for 6 hours. ഇടയ്ക്ക് ചിലപ്പോൾ മാസികയൊക്കെ നോക്കി കാണും, അല്ലെങ്കിൽ
ആരെങ്കിലും ഫോണിലൊന്ന് വിളിച്ച് കാണും, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഫോണൊക്കെ നോക്കി കാണും. അതാണ് ദേ ഹാവ് സ്റ്റഡി. പക്ഷെ ദേ ഹാവ് ബീൻ സ്റ്റഡി എന്ന് പറഞ്ഞാലോ യാതൊരു തരത്തിലുള്ള പിന്നെ നമ്മൾ പറയല്ലേ ഈ ശ്രദ്ധ മാറിപ്പോകാൻ. മുഴുവൻ സമയം ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേണേൽ പറയാം. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പം മുഴുവൻ സമയവും ആ സംഭവം നടക്കുന്നതായിട്ടാണ്. അതേസമയം പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോഴും ആ സംഭവം നടന്നു, കുറേ നേരമായിട്ടൊക്കെ നടന്നു. പക്ഷെ ഇപ്പത്തിൽ രണ്ടിൻ്റെ അർത്ഥം ഒരു കാര്യം ഓർത്തോണം. അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് കട്ട്, നമ്മൾ ഫിലിമിലൊക്കെ കട്ട് പറയുന്നില്ലേ, അതുപോലെ ഒരാൾ സംസാരിച്ചു കട്ട്, ഇറ്റ് ഹാസ് റെയിൻസ്, ഒറ്റത്തുള്ളി വെള്ളം പോലും ഇങ്ങനെ വന്നിട്ടില്ല. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, മുഴുവൻ സമയവും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല. എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രശ്നം, അതായത് ഒരു അർത്ഥം കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മളിതിപ്പോൾ റെഡ് അല്ലേ, ഞാനിവിടെ ഒരു നീല വരയും കൂടി ഇടുമ്പോൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കുക. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് രണ്ടും. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂഷനകത്തുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് ചേർത്തു. അതാണ് ഈ കണ്ടിന്യൂസ് എന്നുള്ള ആ കാര്യം. തുടരുന്നു എന്ന്, മുഴുവൻ സമയം തുടർന്നു എന്നുള്ള കാര്യം. മനസ്സിലായോ? അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മൾ പറയല്ലേ, പ്രിസൈസ് എന്നൊരു ഇംഗ്ലീഷ് വാക്കില്ലേ, പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയണം ഈ സംഭവം നടന്നിരുന്നു. അതേസമയം പ്രസന്റ് പെർഫെക്റ്റ്നെസ് ആണെങ്കിൽ കൃത്യമായിട്ട് പറയുന്നില്ല ഇത് നടന്നിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാം, നടന്നിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നടന്നിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ സ്ഥാപിക്കുകയാണ്. ഇതാണ് വ്യത്യാസം. ക്ലിയറായിട്ട് അപ്പോൾ കുറേ എക്സാമ്പിളൊക്കെ ചെയ്യുക, നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഇറ്റ് ഹാസ് റെയിൻഡ് സിൻസ് മോർണിംഗ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്, ഇറ്റ് ഹാസ് റെയിൻഡ്, ഇറ്റ് ഹാസ് ബീൻ. ഇങ്ങനെ നീട്ടി പറയണമെന്നില്ല കേട്ടോ. ഞാനതിപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇച്ചിരി നീട്ടിയതേ ഉള്ളൂ. അല്ലാതെ ഈ ടെൻസ് ഉപയോഗിക്കും എല്ലാം ഇങ്ങനെ ഹാസ് ബീൻ റെയിനിങ് എന്നും പറയാനൊന്നും വേണ്ട. അത് അണ്ടർസ്റ്റുഡ്. മനസ്സിലായി? ഇത്ര മാത്രം ഓർത്താൽ മതി. അതായത് ഇതൊരു റെഡ് ക്യാപ്പാണ്, അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് കണക്കാക്കി ഒരു വര ഇതിലിടുമ്പോൾ, ഒരു ബ്ലൂ വരയിൽ ഒരു നീല വരയിൽ ഇടുമ്പം ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകും. എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർത്തു. ആ ചേർത്ത കാര്യമാണ് കണ്ടിന്യൂറ്റി, തുടർച്ച, മുഴുവൻ സമയം തുടർന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഞാനിത് പറയും നിങ്ങളെ വിഷമിപ്പിക്കുന്നു ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഞാനത് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ.